അടിപൊളി അടിപൊളി പടമായിരുന്നു. എല്ലാ ആക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോൺസെപ്റ്റാണ്. കിടിലം പടം. എല്ലാവരും കാണാൻ തിയേറ്ററിൽ. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു. സംസാരിക്കാൻ പറ്റുന്നൊരു ഫീലല്ല. അഭിപ്രായം പറയുക. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഓഡിയൻസ് ആണ്. താങ്ക് യു. നല്ല പടം, നല്ല മികച്ച പടം. തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. ആക്ച്വലി നിങ്ങൾ ഒരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഞങ്ങളൊക്കെ ഒരു മനസ്സ് നിറഞ്ഞിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ വന്നിരുന്ന് കാണണം. പടം രക്ഷയല്ല ബ്രോ, നല്ല രസമുണ്ട്. ചെറിയൊരു പടമാണ്. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എല്ലായിടത്തും പറയാ, കാണാൻ പറയാം. ഓക്കെ, നിങ്ങൾ കാണണം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇഷ്ടപ്പെട്ട പടം കാണുക. എല്ലാവരും അഭിപ്രായം എല്ലായിടത്തും പറയുക. ഇഷ്ടപ്പെട്ട പടം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലായിടത്തും പറയുക. ഓക്കെ, കണ്ടു നോക്കുക. ചെറിയ സിനിമയാണ്, 2 മണിക്കൂറുള്ള സിനിമയാണ്. എല്ലാവർക്കും 2 മണിക്കൂർ വളരെ സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയാൻ വയ്യ. ഓക്കെ, താങ്ക് യു. യാതൊരു ടെൻഷനും വേണ്ട, വെറുതെ ചിരിച്ചോണ്ടിരിക്കാലോ. അതന്നെ വലിയൊരു കാര്യമില്ല. കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല പടം, ചെറിയ പടം, നല്ല പടം. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ ചിരിക്കാനുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ മനസ്സില്ലാ മനസ്സോടെ ബന്ധുക്കളാരെങ്കിലും ആൺകുട്ടികൾ വേണം ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറുണ്ട്. ഞാൻ ഏത് കാലത്തും പറയാറുണ്ട്, നമ്മുടെ സ്വന്തം അവനവൻ്റെ മക്കൾ ചെയ്യണതിലും അപ്പുറമല്ല വേറെ ആരെങ്കിലും ചെയ്യണത്. ആ ഒരു കാര്യം ഇതിൽ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തു. ശരിയും തെറ്റും എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഞാൻ വിശ്വസിക്കുന്ന ആ കാര്യമാണ് ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. അത് ഒരു സാമൂഹികമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അതങ്ങനെ അതൊരു കുറേ ഡിസ്കഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണട്ടെ. വളരെ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഭാഗം എപ്പോഴും ഇനി ഉണ്ടാവുമോ? പണ്ട് മിമിക്രി എന്ന പ്രതീക്ഷയിൽ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പടം വിജയിക്കുക. ചിരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവരും പോയി കാണും. സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതായത് ഒരു പൊളിറ്റിക്കൽ സിനിമയും കൂടെയാണ്. നമ്മളതിനെ ഒരു സറ്റയർ എന്നുള്ള രീതിയിലാണ് എടുത്തെങ്കിലും ആ സിനിമ പറയുന്നത് ഒരു മരണമാണെങ്കിലും അത് ജാതി, മതം, രാഷ്ട്രീയം അത്തരം കാര്യങ്ങളെല്ലാം ഒരു സൊസൈറ്റി എങ്ങനെയാണ് പലരും പുതിയ തലമുറയും പഴയ ജനറേഷനും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിഫറൻസ് ഒക്കെ ഭയങ്കര രസമാണ്. അത് കോമഡി മൂഡിൽ ഫുൾ ലെങ്ത് ഇരുന്ന് കാണാൻ പറ്റും. വളരെ രസമുള്ള സിനിമയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു നല്ല ക്യാരക്ടർ, ഏത് ചെറിയ ക്യാരക്ടറാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നല്ല അതേപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷം. സജിയുടെ കൂടെ സജി ഒരു ഭയങ്കര നല്ല നടനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റി സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ കോമഡി വേഷങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുന്ന സന്തോഷമുണ്ട്. സിനിമ ആളുകൾ കാണട്ടെ, അവരുടെ അഭിപ്രായം പറയട്ടെ. സന്തോഷമുണ്ട്. ഫാമിലി മാത്രമല്ല, നമ്മുടെ യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ മുതൽ വയസ്സായ ആൾക്കാർ വരെ എല്ലാവർക്കും കണക്ട് ആവുന്ന സിനിമ. ട്രാജഡി ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും കൗണ്ടർ ബേസ് നല്ല ഹാപ്പി ആണ്. രീതിയിൽ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും പോയി കണ്ടാലേ എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതെ എന്തായാലും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഇന്നും നാളെയായിട്ട് എല്ലാവരും വന്ന് കാണണം. ഫാമിലി മാത്രമല്ല, അല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് അത് ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാവരും ഇങ്ങനെ കട്ടക്കാണ് നിൽക്കണം. അപ്പോൾ അത് കണ്ടാലേ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എന്തായാലും പോയി കാണുക. അത്ര
എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ പോർഷൻസ് അടിപൊളിയായിട്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളാണ് ഇനി വിലയിരുത്തേണ്ടത്. അത്രേ ഉള്ളൂ.